അവധിക്കാലമൊക്കെ വരികയല്ലേ. കുട്ടികളോടൊപ്പം അവധിക്കാലം ചെലവഴിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള മാംഗോ മെഡോസ്. ഞാനിന്ന് അവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വരൂ. ഇവിടെ ഉല്ലസിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. രാവിലെ 10 മണിക്ക് വന്നാൽ 5 മണി വരെ നിങ്ങൾക്ക് രസിക്കാം. എൻ്റെ ജന്മനാടായ കടുത്തുരുത്തിയിൽ നിന്നും വെറും 6 കിലോമീറ്ററേ ഉള്ളൂ കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസിലേക്ക്. യാത്ര അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ അനിയത്തിയും മകൾ ശ്രേയയും എൻ്റെ കൂടെ വന്നു. ഇന്നൊരു മഴക്കാറുള്ള ദിവസമാണ്. മഴയില്ല എന്നതാണ് ആശ്വാസം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഹോളിഡേ ആയതുകൊണ്ട് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 400 രൂപയാണ് ചാർജ്. മറ്റു ദിവസങ്ങളിൽ 350 രൂപയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ടിക്കറ്റിൽ കുറച്ച് ഫ്രീ റൈഡുകളുണ്ട്. ഗൈഡിൻ്റെ സേവനം, കുട്ടികളുടെ പാർക്കിലെ എൻട്രി, ആർച്ചറി അഥവാ അമ്പെയ്ത്ത്, സ്വിമ്മിംഗ് പൂൾ, ബോട്ടിങ്, പെഡൽ ബോട്ടിങ്, കുട്ടവഞ്ചി, കൊതുമ്പുവെള്ളം, ഗോ കാർട്ട്, സൈക്ലിങ്, ചൂണ്ടയിടിയിൽ, കുട്ടികൾക്കുള്ള ചില റൈഡുകൾ എന്നിവയൊക്കെ ടിക്കറ്റ് ചാർജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്ന് ഈ കുളമാണ്. അയൺ ബ്രിഡ്ജ് വഴി കുളത്തിൻ്റെ നടുവിലുള്ള റെസ്റ്റിംഗ് പോയിന്റിലേക്ക് ചെന്നാൽ കുളത്തിലെ മീനുകളെ കാണാം. അവയ്ക്ക് തീറ്റ കൊടുക്കാം. മീനൂട്ട് ടിക്കറ്റിനൊപ്പം ഫ്രീ ആണ്. ഞങ്ങളുടെ ഗൈഡ് പോൾസൺ പറഞ്ഞു. എല്ലാവർക്കും മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ ആവേശമായി. ഫുഡ് കഴിച്ച് മടുത്തെങ്കിലും കറുത്ത ആവോലി മീനുകൾ സഞ്ചാരികൾക്ക് സന്തോഷം പകർന്ന് തുടിച്ചു കളിച്ചു. ഭാരതീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് മീനൂട്ടുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കണ്ടുവരുന്നത്. ഈ കുളത്തിൽ 64 ഇനം കായൽക്കാർപ്പ് മത്സ്യങ്ങളുണ്ട്. കായൽ മത്സ്യങ്ങളായ കാരി, കൂരി, വരാല്, കാർപ്പ് മത്സ്യങ്ങളായ റോഹു, കട്ട്ള, ആവോലി എന്നിങ്ങനെയാണ് കണ്ടുവരുന്നത്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് കറുത്ത ആവോലിയാണ്. അത് നമുക്ക് അവിടെ ഫിഷ് ഫുഡ് ഇടുമ്പോൾ കാണാവുന്നതാണ്. ഈ മീൻകുളത്തിൽ ബോട്ടിംഗ് നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമായി. പലതരത്തിലുള്ള ബോട്ടുകൾ നിരന്തരം ഈ കുളത്തിൽ ഇങ്ങനെ വയലായിരുന്നു നെൽപ്പാടങ്ങൾ ഇങ്ങനെ കാത്തി ഇത് ആക്കിയതാണ്, കുളമാക്കിയതാണ്. കൊട്ടവഞ്ചിയും ശിക്കാരി ബോട്ട്, കടൽ ബോട്ട്, നാടൻ വള്ളം, പിന്നെ ഇങ്ങനെ തീറ്റ എടുക്കാനുള്ള മത്സ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, അവിടെ കയറ് പിരിക്കുന്നതുണ്ട്, കലം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അക്വേറിയം ഉണ്ട്. കുളത്തിന് ചുറ്റുമായി മനോഹരമായ ഒരുപാട് നടപ്പാതകളുണ്ട്. വെയിലിൻ്റെ ചൂടേൽക്കാതെ തണൽ വിരിച്ച മരങ്ങൾക്കിടയിലൂടെ സമാധാനമായി നടക്കാം. 4800-ൽ പരം സസ്യങ്ങളും വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. അതിൽ നിറയെ പക്ഷികളും ശലഭങ്ങളുമുണ്ട്.
അതിനിടയിലൂടെയാണ് നമ്മുടെ നടത്തം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈക്കിളോ ഗോകാർട്ടോ ഈ-റിക്ഷയോ ഈ ബസ്സോ തിരഞ്ഞെടുത്ത് അതിൽ കയറി യാത്ര ചെയ്യാം. മഹത് വ്യക്തികളുടെ പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം റോഡ്, വർഗീസ് കുര്യൻ റോഡ്, സ്വാമിനാഥൻ റോഡ്, അങ്ങനെ പല മഹത് വ്യക്തികളുടെ പേരാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഡോക്ടർ സലീം അലി റോഡിലാണ്. അദ്ദേഹം ഒരു പക്ഷി ബേഡ്സ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലേക്കാണ്, ബേഡ് സാങ്ച്വറിയിലേക്ക്. ഇങ്ങോട്ട് പോരെ. കാണുന്നതാണ് നീലക്കൊടുവേലി. അനേകം മിത്തുകൾ ഇറങ്ങിയ ഒരു ഔഷധ സസ്യമാണിത്. ഇതിന്റെ വേരിനാണ് പ്രാധാന്യം കൂടുതൽ. ഇതിന്റെ വേര് അരിപ്പെട്ടിയിലോ പണപ്പെട്ടിയിലോ ഇട്ട് വരുമ്പോൾ അരിയോ പണമോ പൊലിച്ചു വരുമെന്നൊരു വിശ്വാസമുണ്ട്. ഇത് കൂടുതലായിട്ട് ഇതിന്റെ വേര് കണ്ടുവരുന്നത് ഇല്ലിക്കാടുകളിലെ ഉപ്പന്റെ കൂട്ടിലാണ്. ഉപ്പം മുട്ട ഇരിക്കുന്നതിനും കൂട് കൂട്ടുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സസ്യവർഗ്ഗങ്ങളിൽ 700 തരം പുഷ്പിത സസ്യങ്ങളും 101 തരം മാവുകളും 84 തരം വെജിറ്റബിൾസും 21 തരം പ്ലാവുകളും 9 തരം തെങ്ങുകളും 12 തരം പേരമരങ്ങളുമുണ്ട്. നമ്മിൽ പലരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് മരങ്ങളും സസ്യവർഗ്ഗങ്ങളും മാംഗോ മെഡോസിലുണ്ട്. രാവണന്റെ ലങ്കയിലെ ശിംശിവ വൃക്ഷം, രുദ്രാക്ഷമരം, കടമ്പ്, കായം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയെത്ര സസ്യവർഗ്ഗങ്ങളെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. ബോട്ടണി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ അറിയാനും പഠിക്കാനുമുള്ള സ്കോപ്പ് ഇവിടെയുണ്ട്. എന്തിനും ഏതിനും കൃത്യമായ ബോർഡുകളും അറിയിപ്പുകളും എവിടെ നോക്കിയാലും കാണാം. ഇത് ആദവും ഔവയുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായല്ലോ. അവർക്ക് പഴം കൊടുത്ത സാത്താനെയും കാണാം. അവരെ ഒന്ന് ശരിക്ക് കാണട്ടെ എന്നും പറഞ്ഞ് ചിലർ അവരുടെ അടുത്ത് പോയി നിൽക്കുന്നത് കണ്ടു. ആദവും ഔവയും ഉള്ള സന്തോഷം കൊണ്ടാണോ എന്തോ ഏദൻ തോട്ടത്തിലെ പിങ്ക് കളർ പൂക്കളുള്ള മരം നടവഴികളിലൊക്കെയും പട്ടുവിരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ഒരിടം ഉണ്ടെങ്കിൽ അത് മാംഗോ മെഡോസിലാണെന്ന് തോന്നും ഈ സുന്ദര ശില്പം കണ്ടാൽ. ഇത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ശില്പിയും പ്രണയാതുരനായി തീർന്നിരിക്കണം. അത്രയ്ക്ക് മനോഹരമല്ല ഇത്. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ ഏറുമാടം സ്റ്റൈലിൽ ഒരു ഹണിമൂൺ കോട്ടേജ് റെഡി. AC അടക്കമുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ ഏറുമാടത്തിലുണ്ട്. ഇത് പൂൾ സൈഡിലെ ഫാമിലി കോട്ടേജാണ്. ഇതിനുള്ളിലിരുന്നും കുളത്തിലെ മീനുകളെ കാണാൻ കഴിയും എന്നൊരു സ്പെഷ്യാലിറ്റി ഈ കോട്ടേജിനുണ്ട്. ഇനി പാഡി ഫീൽഡ് കോട്ടേജ് എന്നൊന്നുകൂടി ഇവിടെ ഉണ്ട്. മുറിയിലിരുന്ന് നോക്കിയാൽ അതിവിശാലമായ എഴുമാന്തുരുത്ത് നെൽപ്പാടം കാണാം. താല്പര്യമുള്ളവർക്ക് നെറ്റ് വഴിയോ ഫോൺ വഴിയോ ഏത് മുറിയും ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു വിശേഷം അറിയണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം ഇതാണ്. തുറന്നു വച്ചിരിക്കുന്ന ഒരു ബൈബിൾ. ധാരാളം പേർ ഇതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ ലിങ്ക ബുക്സ് ഓഫ് അവാർഡ് കിട്ടിയ ഒരു ബൈബിളാണ്. ഇതെന്താണെന്നോ? സസ്പെൻസാണ്. ഇനി ലഞ്ച് കഴിച്ചിട്ടാകാം ബാക്കി. പല പേരുകളിൽ 4 റെസ്റ്റോറൻറ്റുകൾ മാംഗോ മെഡോസിലുണ്ട്. റേറ്റൊക്കെയും ബോർഡിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കൂടുതൽ തിരക്ക് അരിയാൽ എന്ന ഈ റെസ്റ്റോറൻറ്റിലാണ്.
ഞങ്ങൾ 2 മീൽസും ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. കഴിച്ചു നോക്കട്ടെ. ഇനിയും നടക്കാൻ വയ്യ. ഞാൻ ഈ കൊച്ചു ട്രെയിനിൽ കയറി ശിക്കാര ബോട്ട് യാത്രയ്ക്കായി കനാലിൻ്റെ തീരത്തേക്ക് പോയി. ബോട്ട് ഓടിക്കുന്ന വർഗീസ് ചേട്ടൻ യാത്രക്കാരെ കാത്തു നിൽപ്പുണ്ട്. കാഴ്ചയുടെ വസന്തം ഇനിയാണ്. കാർമേഘം മൂടി നിൽക്കുന്ന ആകാശം, തണുത്ത കാറ്റിൻ്റെ തലോടൽ, എവിടെയും പച്ച നിറം മാത്രം. നീണ്ടു നിവർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് അതിരിട്ട കനാൽ വഴിയിലൂടെ ബോട്ട് പതിയെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ഉച്ചമയക്കം എത്തി നോക്കി. ഈ സുന്ദര കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ക്യാമറയുമായി മിഴി തുറന്നിരുന്നു. തിരികെ ബോട്ട് കടവിലെത്തുമ്പോൾ ആ യാത്ര പെട്ടെന്ന് തീർന്നതിൻ്റെ സങ്കടം. റെസ്റ്റോറൻറ്റുകളും സ്നാക്സ് കിട്ടുന്ന ചെറു ഷോപ്പുകളും മാത്രമല്ല, ഒരു നാടൻ ചായക്കടയും ഇതിനുള്ളിലുണ്ട്. അവിടെ കയറി ഒരു ചായ കുടിച്ചപ്പോൾ ഞാൻ ഉഷാറായി. ഉച്ച നേരമായതുകൊണ്ടാവണം കുട്ടികളുടെ പ്ലേ ഏരിയയിൽ തിരക്കേയില്ല. സൈക്കിൾ ഓടിക്കുവാൻ ഏറെ സൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ വരുന്ന കുട്ടികളെ കാത്ത് ഒരുപാട് സൈക്കിളുകളും ഗോ കാർട്ടുകളും ഷെഡിലുണ്ട്. ഇതൊരു മനുഷ്യനിർമ്മിത സർപ്പക്കാവാണ്. സാധാരണ സർപ്പക്കാവുകൾ പ്രകൃതി ഒരുക്കുന്നതാണല്ലോ. ഇതുപോലുള്ള ചെറുവനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. കാവുണ്ടെങ്കിൽ കുളമുണ്ടല്ലോ. ഈ സർപ്പക്കാവിനടുത്തും ഒരു കുളമുണ്ട്. ഫാം ടൂറിസത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് മാംഗോ മെഡോസ് എന്ന് തോന്നുന്നു. മികച്ച ഇനം കന്നുകാലികൾ, അലങ്കാര പക്ഷികൾ, കരിങ്കോഴികൾ, ഗിനിപ്പക്ഷികൾ, ടർക്കി കോഴികൾ എന്നിവയുടെ വലിയൊരു കളക്ഷൻ ഇവിടെയുണ്ട്.
പണ്ടൊക്കെ യന്ത്രസഹായമില്ലാതെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കയർ പിരിച്ചുണ്ടാക്കിയിരുന്നത്? ഈ ഡെമോൺസ്ട്രേഷൻ നോക്കൂ. ഇവിടുന്ന് അങ്ങോട്ട് വെറൈറ്റിയായ വെജിറ്റബിൾസിൻ്റെ വിപുലമായ കൃഷിത്തോട്ടമാണുള്ളത്. വെണ്ട, പാവൽ, ചീര, പച്ചമുളക്, വഴുതന എന്ന് വേണ്ട എല്ലാത്തരം പച്ചക്കറികളും ജൈവ കൃഷി രീതിയിൽ ഇവിടെ വളർത്തി വിളവെടുക്കുന്നു. ഒരു മാതൃകാ കൃഷിത്തോട്ടം എന്നൊക്കെ ഇതിനെ വിളിക്കാം. ഇതൊന്നും കാണാൻ അവസരമില്ലാത്ത സിറ്റി നിവാസികൾക്ക് അവയെ കാണാനും അറിയാനും ഈ കൃഷിത്തോട്ടം അവസരമൊരുക്കുന്നു. ഉച്ച കഴിഞ്ഞ ഈ നേരത്തും കുട്ടവഞ്ചിക്ക് വിശ്രമമില്ല. കുട്ടവഞ്ചിയിലെ യാത്ര അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവർക്കും. എൻ്റെ അനിയത്തിയും മകളും ഇവിടുത്തെ റിക്ഷയിൽ കയറി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. ഇനി 2 കാഴ്ചകൾ കൂടി എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. ഇതാണ് ചക്രപ്പുര. പഴയ കാലത്ത് പാടത്ത് നിന്ന് തൊട്ടടുത്ത തോട്ടിലേക്കും തിരിച്ചും വെള്ളത്തെ കയറ്റാനും ഇറക്കാനും ഉപകരിച്ചിരുന്ന ഒന്നായിരുന്നു ചക്രവും ഈ ചക്രം ചവിട്ടലും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അത്ര പരിചയമില്ലല്ലോ. ഈ 12D വേൾഡ് സിനിമ ഷോ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. ആ 10 മിനിറ്റും നിങ്ങൾ മറ്റൊരു ലോകത്തായിരിക്കും. അത് കണ്ടു തന്നെ അറിയുക, പറഞ്ഞു തന്നാൽ ശരിയാവില്ല. വിസിറ്റേഴ്സ് വീണ്ടും വീണ്ടും മാംഗോ മെഡോസിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഞാൻ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ തുടങ്ങി. സാന്താക്ലോസും പുൽക്കൂടും റെഡിയായി. സമയം വൈകുന്നേരം 4:30 ആയപ്പോൾ ഞാൻ ഷൂട്ടിംഗ് മതിയാക്കി ഡബിൾ ബസ്സിൽ കയറി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. മാംഗോ മെഡോസിലൂടെയുള്ള എൻ്റെ യാത്ര നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ ഡിസംബർ 25-ാം തീയതി വ്ളോഗിലൊക്കെ റിലീസ് ചെയ്യും. മുൻപ് ഒരു ക്രിസ്മസ് കാലത്ത് ഞാൻ ഒരു ടെലിവിഷൻ ചിത്രം ടോൾസ്റ്റോയുടെ കഥയെ അധികരിച്ച് ചെയ്തിരുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങളാണ് ഡിസംബർ 25-ാം തീയതിയിലെ വ്ളോഗിലൊക്കെ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.